എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ ഈ വീഡിയോ എല്ലാ സുഹൃത്തുക്കളും ഒന്ന് സമാധാനമായി ഒന്ന് കേൾക്കണം. സാധിച്ചാൽ ഇവ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിച്ചാലും. ഇന്നത്തെ വീഡിയോ പ്രധാനമായി ചെയ്യുന്നത് പേരൻസും മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. സാധാരണയായി ഒരു 65 വയസ്സാകുമ്പോൾ മോസ്റ്റ്ലി പേരൻസൊക്കെ റിട്ടയർഡ് ആകുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് പല ഗവൺമെൻറ് സർവീസിലും മറ്റു പല സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ മാക്സിമം ഒരു 65 വയസ്സ് വരെ അവർ സർവീസിൽ കാണും. അത് കഴിഞ്ഞാൽ അവർ റിട്ടയർമെൻ്റ് എടുക്കുന്നു, കുടുംബത്തിൽ തിരിച്ചെത്തുന്നു. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം ശരിക്കും തുടങ്ങുന്നത് അവൻ വിവാഹം കഴിച്ചതിന് ശേഷമല്ല. അത് പാർട്ട് ഓഫ് ദ ലൈഫ്. ആ വിവാഹം കഴിക്കുന്നു, കുഞ്ഞുങ്ങളുണ്ടാകുന്നു, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു, അവരെ ഒരു സെറ്റിൽമെൻറ്റ് ചെയ്യുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ ആ മാതാപിതാക്കളുടെ ഏതാണ്ട് ശരിയായിട്ടുള്ള സമയമെല്ലാം ആ വിധ അസൈൻമെൻറ്റുമായി അങ്ങ് തീരുകയാണ്. പിന്നെ ശരിക്കും ദൈവം ഇവർക്ക് കൊടുക്കുന്നൊരു സമയമെന്ന് പറയുന്നത് ഇവരുടെ റിട്ടയർമെൻറ്റ് സമയത്താണ്. ഇവരുടെ റിട്ടയർമെൻറ്റ് സമയത്ത് മാത്രമായിരിക്കും ഇവർ അന്നുവരെ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലം കാക്ഷിക്കേണ്ട സമയവും. എന്നാൽ ഇതിൽ പല വിഭാഗത്തിലുള്ള ശൈലികളുണ്ട്. ഒന്ന്, ഒരു റിട്ടയർമെൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു ചിലർക്ക് സംഭവിക്കുന്നത് അവർ തറവാടിലായിരിക്കും. മോസ്റ്റ്ലി ഇളയ മോനായിരിക്കും ആ തറവാട് നോക്കുന്ന. ആ ഒരു കുഞ്ഞിനെ കല്യാണം കഴിഞ്ഞ്, അതായത് ഒരു മരുമകൾ, അതായത് ഈ പേരൻസിൻ്റെ ചുമതല മോസ്റ്റ്ലി മറ്റൊരു കുടുംബത്തിൽ വന്ന ഒരു പെൺകൊച്ച് മരുമകളുടെ വേഷം കെട്ടി വരുന്ന കുട്ടി അതായിരിക്കും. അതിൽ എല്ലാ കുട്ടികളും നല്ലതെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നാൽ വിഭിന്നമായ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവിടെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഈ പേരൻസിന് ഉള്ള മറ്റു കുട്ടികളും ആ പേരൻസിനെ കുറിച്ചുള്ള ഒരു ശ്രദ്ധ അവരിലുണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. ഒരുവിധം സ്റ്റാൻഡേർഡായിട്ടോ നല്ലൊരു പൊസിഷനിൽ വർക്ക് ചെയ്ത് റിട്ടയർഡ് ആയവർ അവർക്ക് അവരുടേതായ ഒരു ചെറിയ ശൈലികളുണ്ട്. അവർ ജീവിച്ച ശൈലികൾ, ഇതുവരെയായിട്ട് അവർ റിട്ടയർമെൻറ്റ് ടൈം വരെ അവരിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അവർക്ക് കിട്ടിയ എക്സ്പീരിയൻസ്, ഇത് ടോട്ടൽ ഇതെല്ലാം വിഭിന്നമായ ഒരവസ്ഥയിലേക്കാണ് അവർ റിട്ടയർമെൻറ്റ്സിലേക്ക് എത്തുന്നത്. ഈ റിട്ടയർമെൻറ്റ്സിലെത്തിയാൽ തന്നെയും പലരും ശേഷിക്കുന്ന സമയം ചിലവഴിക്കുന്നത് ആ പൂമുഖവും കൊച്ചുമക്കളും ആ പറമ്പുമായി അവരങ്ങ് ഒതുങ്ങുന്നു. കാരണം അവരുടെ സാഹചര്യം അതിലേക്ക് എത്തിപ്പിക്കപ്പെടുന്നു. കാരണം ഒരു വിഷയത്തിൽ പലരും അത്ര ആക്റ്റീവായിരിക്കില്ല. ഒരുപക്ഷെ ഈവൻ 2 വീലർ വരെ ഓടിക്കാൻ പറ്റുന്നവരായിരിക്കില്ല, അല്ലെങ്കിൽ ടൂ വീലറോ കാറോ ഡ്രൈവ് ചെയ്യുന്നവരായിരിക്കും. ഇവരൊക്കെ നല്ല സ്മാർട്ടായിരിക്കും. ആൾ ഓഫ് ദ സഡൻ ഇവർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരുമ്പോൾ ഇവരിൽ ഏറ്റവും കൂടുതൽ ഇവരെ ഡിപ്രഷൻ അടിമകളാക്കുന്നു. അങ്ങനെ പലരുമുണ്ട്. അവർ വിചാരിക്കുന്നത് ഒരു 65 വയസ്സ് കഴിഞ്ഞാൽ അവരുടെ ജീവിതം അവസാനിച്ചത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. ഇനി ആരെങ്കിലും ഈ ഇടയ്ക്ക് റിട്ടയർമെൻ്റ് ആയവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഒരിക്കലും നിങ്ങൾ റിട്ടയർമെൻ്റ് ആയില്ല. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നത് നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് ശേഷമാണ്. അതിനുള്ള ഒരുക്കങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. ഇതിൽ പലർക്കും പറ്റുന്ന അബദ്ധം ഉള്ള എല്ലാ സൗകര്യങ്ങളും മക്കൾക്ക് വേണ്ടി കൊടുത്ത് അവസാനം നിങ്ങളുടെ പെൻഷനും കൊണ്ട് കഴിയേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തപ്പെടുന്നു. ഒരു പക്ഷേ പെൻഷൻ പോലും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ എത്തപ്പെടുന്ന മാതാപിതാക്കളുമുണ്ട്. എനിക്ക് മക്കളോടൊന്ന് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും 70 വയസ്സ് 65 വയസ്സ് പ്രായമുള്ള ഒരു നിങ്ങളുടെ പേരൻസിനെ
ചുരുക്കം 2-3 വർഷം കൊണ്ട് അവർക്ക് 85-ൻ്റെയും 90-ൻ്റെയും വയസ്സിൽ പ്രായാധിക്യമുള്ള ഒരു മനുഷ്യരായിട്ട് നിങ്ങൾ മാറ്റിക്കളയരുത്. അത് ദൈവദോഷമാണ്. നിങ്ങളൊന്നും ചെയ്യേണ്ടത് 65 വയസ്സ് റിട്ടയർഡ് ആകുന്ന ആളെ അതിൻ്റെതായ രീതിയിൽ അവരെ നിലനിർത്തണമെങ്കിൽ അവർ ചെയ്ത ആക്ടിവിറ്റീസ്, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ മൂവ്മെൻറ്റ്സ്, അവരുടെ സ്വഭാവം അതെല്ലാം അറിഞ്ഞുകൊണ്ട് അവർക്കതിനു വേണ്ടിയുള്ള ഒരു തുറന്ന ലോകത്ത് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരിൽ നിന്നും പലതും മക്കൾക്കും ലോകത്തിനും ബന്ധുക്കൾക്കും സമൂഹത്തിനും രാജ്യത്തിനും പഠിക്കാനായി കാണും. ഇല്ലാതെ ഒരു 65 വയസ്സ് കഴിഞ്ഞാൽ മുരടിച്ച് കഴിഞ്ഞ് അവരെ കൊണ്ട് ഒന്നും കൊള്ളില്ല, അവർ ഇന്നാക്യുവാണെന്നുള്ള ഒരു പട്ടം കൊടുത്തത് അവരുടെ ഈ വീട്ടിൻ്റെ വരാന്തയിൽ എത്തുന്ന സാഹചര്യം ഒരു കുട്ടികളും ഉണ്ടാക്കരുത്. ഞാനറിയുന്ന പലവരും ഉണ്ട്, നല്ല ആക്റ്റീവായിട്ട് വളരെ സ്മാർട്ടായിട്ട് നടന്നവർ. അവർ കേവലം 6 മാസം കൊണ്ട് അവർ സിങ്കായി പോകുന്നു. അവരെല്ലാം തകർന്നു തീർന്നു. പക്ഷേ അതിൽ വേറൊരു പ്രധാനമായിട്ടുള്ള ഭാഗം, അവർക്ക് വീട്ടിൽ നിന്നും കിട്ടുന്ന പല ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അവർക്ക് പുറത്ത് എക്സ്പോസ് ചെയ്യാൻ പറ്റിയില്ല. അവർ സമൂഹത്തിൽ നല്ല പൊസിഷൻ നിന്നവരാണ്. എൻ്റെ മകനിൽ നിന്ന് എനിക്കിങ്ങനെ പീഡനം കിട്ടുന്നു, എൻ്റെ മരുമകളിൽ നിന്ന് ഇങ്ങനെ പീഡനം കിട്ടുന്നു, എനിക്ക് എൻ്റേതായ കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യം പലർക്കും ഉണ്ട്. പക്ഷേ അവർ ആ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ആരോടും ഒന്നും ഡിസ്ക്ലോസ് ചെയ്യാതെ അവർ ജീവിക്കുന്നു. ഇവരൊക്കെ സമാധാനമായി അല്ല ജീവിക്കുന്നത്, അശാന്തിയായിട്ടാണ് ഇവർ ഈ ലോകത്തിനോട് വിട പറയുന്നത്. സോ സ്നേഹമുള്ള കുട്ടികളോടൊന്ന് പറയാനുള്ളത്, നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾക്ക് എത്ര കണ്ട് സന്തോഷിപ്പിക്കാൻ പറ്റുമോ നിങ്ങൾ അത്ര കണ്ട് തൃപ്തരായിരിക്കും. നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾ എത്ര കണ്ട് ഉപദ്രവിക്കുന്നോ ആ ഉപദ്രവമെല്ലാം വീക്ഷിക്കുന്ന നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മക്കൾ കാണും. അവരിതെല്ലാം കാണുന്നുണ്ട്. അതിൻ്റെ ഇരട്ടിയായി നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ വാർദ്ധക്യ സമയത്ത് നിങ്ങളുടെ മക്കളിൽ കൂടി തിരിച്ചടി കിട്ടും. അന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അന്ന് നിങ്ങൾ ചിന്തിക്കും, എൻ്റെ മാതാപിതാക്കളെ ഞാൻ എന്ത് കാണിച്ചോ അതെൻ്റെ മക്കളിൽ നിന്നും കിട്ടും. അത് നാച്ചുറലാണ്. അത് സാധാരണ പറഞ്ഞാൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടും. സോ ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഒരുവിധം സ്റ്റാൻഡേർഡായി ജീവിച്ചവർ, ഒരുവിധം നല്ല രീതിയിൽ അവരുടെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്തവർ, അവർ റിട്ടയർമെൻ്റ് ആകുമ്പോൾ ആ വീട്ടിനുള്ളിൽ ഒരു തുറന്ന ജയിൽ പോലെ അവർ ഒരു ജയിൽ പുള്ളിയായി പോണ ഒരു സാഹചര്യം പല വീട്ടുകാരിലുമുണ്ട്. അവർ പബ്ലിക് മൂവ്മെൻറ്റ്സ് കാണത്തില്ല. ആരെങ്കിലും വന്നാൽ അച്ഛനുണ്ടോ, അച്ഛന് വയസ്സായില്ലെന്ന് ഈ കേൾക്കുന്നവർ പറയും. പക്ഷേ അവരെ വാർദ്ധക്യത്തിലാണ് ഇനി അവരുടെ ശേഷിക്കുന്ന ജീവിതകാലം. അവരെ കൊണ്ടൊന്നും ഇനി സാധിക്കില്ല എന്നുള്ളൊരു തെറ്റായ ധാരണ ഏത് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നു. അത് വളരെ മോശമായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. അവർ റിട്ടയർഡ് ആയാലും അവർക്കും ജീവിക്കാം. അവർക്ക് അവരുടേതായ ഭാവനകളുണ്ട്, അവർക്ക് അവരുടേതായ സ്വപ്നങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ പല ആഗ്രഹങ്ങളുമുണ്ട്. പക്ഷെ അതൊന്നും സഫലീകരിക്കാതെ വരുമ്പോൾ അവർ തീർച്ചയായിട്ടും ഓരോ വർഷം കഴിയുന്തോറും അവർക്ക് 3-4 വയസ്സ് കൂടുതൽ പ്രായമുള്ളതുപോലൊരു ചിന്താഗതി അവർ വരും. സ്വയം അവർ വീർപ്പ് മുട്ടി വളരെ ശോചനീയമായ അവസ്ഥയിൽ സങ്കടപ്പെട്ട് കണ്ണീരോടെ അവർക്ക് ഈ ലോകത്തിൽ നിന്നും മൺമറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ പലയിടങ്ങളിലും സംഭവിക്കുന്നുണ്ട്. ഈ വീഡിയോ കേൾക്കുന്നവർ ദയവ് ചെയ്ത് നിങ്ങളുടെ പേരൻസ് നിങ്ങളോടൊപ്പം ഉണ്ടോ, നിങ്ങളുടെ റിട്ടയർഡായ പേരൻസ് നിങ്ങളോടൊപ്പം ഉണ്ടോ, അവരെ പുറത്ത് തുറന്നു വിടുക. അവർ ഫ്രീ ആയി മൂവ് ചെയ്യട്ടെ, അവർക്ക് ഇഷ്ടമുള്ളവർക്ക് പോകട്ടെ, അവർ യാത്ര ചെയ്യട്ടെ. അത് അവരെ ഒരു നിശ്ചിത ഒരു ഏരിയയിൽ തളച്ചിടാൻ ശ്രമിക്കരുത്. അത് പാപമാണ്. സംസ്കാരമുള്ളവർ അവരൊരിക്കലും റിറ്റാലിയേഷൻ ചെയ്യില്ല. അവർ ബന്ധുക്കളോട് പരാതി പറയില്ല, സമൂഹത്തിനോട് ആരോടും അവർ പരാതി പറയില്ല. പക്ഷേ അവർ ഇഞ്ചിഞ്ചായിട്ട് വേദനിച്ചു മരിക്കുകയാണ് ചെയ്യുന്നതെന്ന് മക്കൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ചും വീട്ടിൽ കയറി വരുന്ന മരുമക്കളോടും മരുമകളോടും ഒരു പക്ഷേ അവർ ഇതിനെക്കുറിച്ച് അറിയുന്നവരായിരിക്കില്ല.
അവരേതെങ്കിലും കോൺവെൻറ്റിലോ ഏതെങ്കിലും ബോർഡിങ്ങിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ് വരുന്നവരായിരിക്കും. അവർക്ക് ഒരുപക്ഷേ പേരൻസിനെ നോക്കേണ്ട ആവശ്യമുണ്ടായിരിക്കില്ല. അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് അതിനുള്ള ട്രെയിനിങ് കിട്ടിക്കാണില്ല. അപ്പോൾ ഇത് അനുഭവിക്കുന്നത് സ്വന്തം പേരൻസാണ്. അതുകൊണ്ട് ആമ്പിള്ളേരോട് പറയുകയാണ്, നിങ്ങളുടെ പേരൻസാണ് നിങ്ങളുടെ ദൈവം. ഈ മാതൃഭക്തിയും പിതൃഭക്തിയും ആരിലുണ്ടോ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവഭക്തിയും ഉണ്ടാകും. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും ഒരു സക്സസ് ലൈൻ നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ എന്ത് ചെയ്യുന്നോ, മുറ്റാത്ത കുഞ്ഞുങ്ങളാണെങ്കിലും അവരതെല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കും. അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അവരുടെ തന്തയോടും തള്ളയോടും അച്ഛാ ഈ കാണിക്കുന്നത് തെറ്റാണ്, അപ്പാപ്പനല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കില്ല. അത് പറയാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം വരെ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കില്ല. സോ ഇന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് നാളെ അതിൻ്റെ 10 ഇരട്ടി പലിശമായിട്ട്, നല്ലതെങ്കിൽ നല്ലത്, മോശമെങ്കിൽ മോശം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഒരുപാട് വീടുകളിൽ ഒത്തിരി പേരൻസ് മാനസികമായി ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്ക് പുറത്ത് പറയാൻ പറ്റുന്നില്ല. നല്ല പൊസിഷനിലിരുന്നവരാണ്. നാം ഗസ്റ്റ് ആരെങ്കിലും ചെല്ലുമ്പോൾ അവർ ചിരിച്ച മുഖം മാത്രമേ അവരെ കൊണ്ട് കാണിക്കാൻ പറ്റൂ. മറ്റൊന്നും അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ അവർ വരുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറഞ്ഞ് അപ്പോൾ പത്രാസ് കാണിച്ച് അച്ഛാ ഇതെന്ന് പറഞ്ഞ് ഇവിടെ ഈ ഒരുമാതിരി ആക്ടിങ് കാണിക്കുന്ന മരുമക്കളും കുറവല്ല ഇന്ന് സമൂഹത്തിൽ. അവരാണ് ഇന്ന് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് സാധിച്ചാൽ ആമക്കളോടും പെൺമക്കളോടും പറയാണ്, നിങ്ങളുടെ പേരൻസ് എവിടെയാണെങ്കിലും അവരെ നിങ്ങൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നോക്കുക. ഒരിക്കലും പേരൻസിന് വേണ്ടത് ഒരുവിധം ഡീസൻസി കീപ്പപ്പ് ചെയ്യുന്നവരും ഒരു പേരൻസും മക്കളോട് എനിക്കിത് വേണം, എനിക്കിത് ആവശ്യമുണ്ട് അങ്ങനെ ഒരിക്കലും അവർ പറയില്ല. അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവരുടെ മനസ്സിൽ ഉള്ളിൽ ഒതുക്കുകയുള്ളൂ. മറിച്ച് സ്നേഹമുള്ള പേരൻസ് തന്തയ്ക്കെന്ത് വേണം, അമ്മയ്ക്കെന്ത് വേണം, അവരെങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, അവരുടെ സ്റ്റൈൽ എന്തായിരുന്നു, എങ്ങനെയാണ് ലൈഫ് ലീഡ് ചെയ്തത്, നമ്മൾ എങ്ങനെയാണ് നോക്കിയത്, ആ ഒരു ചിന്താഗതിയെക്കുറിച്ച് മക്കൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ മനസ്സിലാക്കുന്ന മക്കൾ അവർ എപ്പോഴും ഭാഗ്യമുള്ളവരായിരിക്കും, ദൈവാനുഗ്രഹം ഉള്ളവരായിരിക്കും. ഒരിക്കലും ഒരു അച്ഛനും അമ്മയും ഒരു ആളുടെ അടുക്കൽ തള്ളിവിട്ട് നിങ്ങൾ വല്ലപ്പോഴും കൊണ്ട് എന്തെങ്കിലും ഫംഗ്ഷൻ അച്ഛാ സുഗന്ധൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് ഫ്രൂട്ട്സോ കാര്യങ്ങളോ കൊണ്ട് കൊടുത്തുകൊണ്ട് ഒരു കാര്യമില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കിയിരിക്കണം, അവരെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, അവരുടെ എല്ലാ മൂവ്മെൻറ്റ്സും നിങ്ങൾ ടേക്ക് കെയർ ചെയ്തിരിക്കണം. അവരെ തള്ളിക്കളയരുത്. അത് നിങ്ങൾ ഇഞ്ചിഞ്ചായിട്ട് നിങ്ങളുടെ പേരൻസിനോട് കൊല്ലുകയാണ്. ആ പേരൻസിനെ നിങ്ങൾ വഞ്ചിക്കുകയാണ്. അവരെ സന്തോഷമാക്കിയിരുത്തുക. അവരെത്ര പ്രായം ചെന്നാലും അവർക്ക് നല്ല രീതിയിൽ എന്തും ചെയ്യാനുള്ള ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിയും നിങ്ങളുടെ പ്രചോദനമായി കഴിഞ്ഞാൽ അവരെന്നും 65ഉം 70ഉം വയസ്സ് പോലെ തന്നെ ജീവിക്കും. അവർ 95 ആയാലും. സോ ഈ വീഡിയോ കാണുന്നവർ ഒരിക്കൽ കൂടി ഒന്ന് ആലോചിക്കുക, മനസ്സിലാക്കുക. നിങ്ങളുടെ പേരൻസിനോട് എന്താ കാണിക്കുന്നത്, എന്താണ് ചെയ്യുന്നത് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒപ്പം നിങ്ങൾ എത്ര വലിയവരായിരുന്നാലും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഏതാണെന്ന് നിങ്ങളുടെ പേരൻസുമായി ഡിസ്കഷൻ ചെയ്യുക, അവരുമായിട്ട് കൂടിയാലോചിക്കുക. അവരുടെ ലൈഫ് എക്സ്പീരിയൻസിൽ അവർക്ക് കിട്ടിയ അഭിപ്രായങ്ങൾ, അതിൽ കൂടെ അവർക്ക് കിട്ടിയ എക്സ്പീരിയൻസിൽ കിട്ടിയ അഭിപ്രായങ്ങൾ അവർ നിങ്ങളിലേക്കും പങ്കുവയ്ക്കും. അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, പേരൻസിനെ ശരിക്കും ശ്രദ്ധിക്കുക. അവർ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. അവർ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പേ നിങ്ങൾക്കവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് കൂടി നിന്നുള്ള കിട്ടുന്ന സന്തോഷം അവരെ എപ്പോഴും ഒരു എനർജറ്റിക് മനസ്സിൻ്റെ ഉടമകളാക്കി തന്നെ അവർക്ക് ജീവിക്കാൻ പറ്റും. ഉടമകളായി തന്നെ അവർ ജീവിക്കും. സോ ഇത് കേൾക്കുന്ന പേരൻസും നിങ്ങൾക്ക് നല്ല
കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ കാണുന്നവരും ഉണ്ടാകും, ടേക്ക് കെയർ ചെയ്യുന്നവരുണ്ടാകും. അത് നിങ്ങൾ ഭാഗ്യവന്മാരാണ്. അല്ലാത്ത ഭാഗ്യഹീനന്മാരും ഉണ്ടായിക്കൂടായികയില്ല. അവരെ മറ്റുള്ള മക്കൾ ഒന്ന് നോക്കുക. ഒരു പേരൻസിനെ ഒരു മോനോ ഒരു മോള് മാത്രം നോക്കിക്കൊള്ളും എന്നുള്ളൊരു ധാരണ വയ്ക്കരുത്. എത്ര കുഞ്ഞുങ്ങളുണ്ടോ അവരുടെ കൂട്ടായ ഒരു നിരീക്ഷണ വലയം പേരൻസിൽ ഉണ്ടായിരിക്കണം. നിങ്ങളവരെ ആദ്യം അംഗീകരിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ ബഹുമാനിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തിൽ വരുന്ന പെൺകുട്ടി, ആ കുട്ടി നിങ്ങളുടെ പേരൻസിനെ നോക്കത്തുള്ളൂ. ഒരിക്കൽ കൂടി പറയുന്നു, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് പാസ് ഓൺ ചെയ്യുക. നല്ലൊരു കുടുംബം, നല്ലൊരു സമാധാന കുടുംബം എല്ലാവർക്കും ആശംസിക്കുന്നു. കാണാം വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ.